ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ 92 പ്രവൃത്തികൾ 13-ാം അധ്യായം വാക്യം 49 മുതൽ 52 വരെയുള്ള ഭാഗത്ത് സുവിശേഷത്തെ സ്വീകരിക്കുന്നവരും രക്ഷയുടെ അനുഭവത്തിൽ വിശ്വാസത്തോടുകൂടി നിലനിൽക്കുന്നവരും ഉണ്ട്. ആയതുപോലെ തന്നെ വചനത്തോട് എതിർത്ത് നിത്യനാശത്തിലേക്ക് പിന്തിരിയുന്നവരായും പലരും തീരാം എന്ന് നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 93 പ്രവൃത്തികൾ 14-ാം അധ്യായം മുതൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. 14-ാം അധ്യായം 3 തിരിക്കാൻ സാധിക്കും. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇക്കോന്യയിൽ പ്രസംഗിക്കുന്നതായിട്ട് കാണാം. 8 മുതൽ 20 വരെ ലൂസ്രയിലും ദെർബയിലും പ്രസംഗിക്കുന്നതായിട്ട് കാണാം. 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യോക്യയിലേക്കുള്ള മടക്കയാത്രയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇക്കോന്യയിൽ പ്രസംഗിക്കുന്നതായിട്ട് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വാക്യം 1ഉം 2ഉം ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അന്ത്യോക്യയിൽ നിന്നും 80 മൈൽ കിഴക്ക് ഭാഗത്താണ് ഇക്കോന്യ. ഈ സ്ഥലത്തിൻ്റെ ഇന്നത്തെ നാമം കൊനിയ എന്നാണ്. ഇക്കോന്യയിൽ പൗലൂസും ബർന്നബാസും യഹൂദന്മാരുടെ പള്ളിയിൽ അഥവാ സിനഗോഗിൽ പോയി അവരോട് സുവിശേഷം അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം ദൈവവചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ചു. എങ്കിലും കർത്താവിൽ വിശ്വാസം അർപ്പിക്കുവാൻ വിമുഖരായ യഹൂദന്മാർ ജാതികളെ തെറ്റിദ്ധരിപ്പിച്ച് ദൈവദാസന്മാർക്ക് എതിരെ വിജാതികളെ ഇളക്കിവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവിടെ കർത്താവ് ന്യായശാസ്ത്രിമാരായ യഹൂദന്മാരോട് പറഞ്ഞ വാക്കുകൾ എത്ര വാസ്തവമാണ്. അത് നാം ലൂക്കോസ് സുവിശേഷം 11:52 വായിക്കുന്നു. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. 3-ാം വാക്യം നാം വായിക്കുന്നു. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ ഇടയായി. ഈ സ്ഥിതിയിലും ദൈവദാസന്മാർ പതറാതെ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇക്കോന്യയിൽ വളരെ കാലം പാർത്തു, പ്രാഗൽഭ്യത്തോടുകൂടി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. സുവിശേഷ പ്രസംഗത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അനുധാവനം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സുവിശേഷ സത്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവ സംഭവിക്കുന്നത്. മർക്കോസ് 16:20 അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ച് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്രകാരം ദൈവം തൻ്റെ ജനത്തോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുകയും സുവിശേഷ സത്യത്തിന് സാക്ഷി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉള്ള ദൈവകൃപയുടെ സ്ഥിരീകരണം ഇന്നത്തെ കാലത്ത് വൈഷമ്യങ്ങൾ നേരിടുന്ന ഈ തലമുറയ്ക്ക് വളരെ ആവശ്യമായിരിക്കുന്നു എന്ന് തോന്നാം. കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി സ്ത്രീ ഹൈന്ദവർ ചോദിക്കുന്നു, നീ എന്ത് ക്രിസ്ത്യാനിയായി തീർന്നു? അവൾ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞാൻ പല ഹോസ്പിറ്റലിലും പോയി പലരെയും കണ്ടു, എനിക്ക് കുഞ്ഞ് പിറക്കുകയില്ല എന്ന് അവർ പറയുകയുണ്ടായി. പക്ഷെ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. നോക്ക്, എൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞിന് ഇന്ന് 5 വയസ്സായിരിക്കും. എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു, ഞാൻ ആ ദൈവത്തെ അറിയുന്നു, എനിക്ക് മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് ആദിവാസി സ്ത്രീ അവരോട് പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയിടയായി. ഇതാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സർവ്വതും സാധ്യമാണ്. എങ്കിലും ഈ കാലത്ത്
വ്യാജാത്മാക്കളുടെ പ്രവൃത്തി അധികമായി ഉണ്ടാകുകയും വിശ്വാസത്യാഗം സംഭവിക്കുകയും ചെയ്യാം. അതിനാൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആശ്രയം വയ്ക്കുക അഭികാമ്യമല്ല. ഇവയില്ലാതെ തന്നെ ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് നിത്യരാജ്യത്തിൻ്റെ കാംക്ഷികളായി വിശ്വാസത്തിൽ ജീവിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നാം ദൈവത്തെ ത്യജിക്കരുത്. അതാണ് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറയുന്നത്. സിംഹക്കുഴിയിലിട്ടപ്പോഴും പതറാതിരുന്ന ആ വിശ്വാസം. ശത്രുക്, മേശക്, അബേദ്നെഗോവും പറഞ്ഞതെന്താണ്? ഞങ്ങളെ ഈ തീയിൽ നിന്ന് വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആ ദൈവത്തെ വിടുകയില്ല എന്ന്. അതുകൊണ്ട് വചനം പറയുന്നു 1 തിമോഥെയോസ് 4:1, എന്നാൽ ഭാവി കാലത്തെ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. 2 തിമോഥെയോസ് 3:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടതിന് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്ത് പോകുന്നത് അധികാരം ഇല്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവർത്തി കഴിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. പ്രവൃത്തിയിൽ വചനത്തിനുള്ള പ്രതിപാദനങ്ങൾ നോക്കുക. 1. ദൈവവചനം. ദൈവവചനം ശക്തിയോടുകൂടി പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വ്യതിയാനമുണ്ടാകും. പ്രവൃത്തിയുടെ പുസ്തകം 4:31 ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോട് പ്രസ്താവിച്ചു. പ്രവൃത്തികൾ 6:2-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു: 12 പേർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പ്രവൃത്തികൾ 8:14 പറയുന്നു: അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു എന്ന് നാം കേൾക്കുന്നു. പ്രവൃത്തികൾ 11:1 ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദ്യയിലുള്ള സഹോദരന്മാരും കേട്ടു. പ്രവൃത്തികൾ 12:24 പറയുന്നു: എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. പ്രവൃത്തികൾ 13, 5, 7, 44, 46, 48 വാക്യങ്ങളിൽ സലാമിസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ബുദ്ധിമാനായ സെർഗിയാസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു.
പ്രവൃത്തികൾ 17:13 പറയുന്നു, പൗലോസ് ബെരോവായിലും ദൈവവചനം അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. പ്രവൃത്തികൾ 18:11 അങ്ങനെ അവൻ ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഈ വാക്യങ്ങളൊക്കെയും പ്രതിപാദിക്കുന്നത് ദൈവവചനം ഘോഷിക്കപ്പെടുവാനും ദൈവവചനം സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടായ വ്യതിയാനവും പറ്റിയാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് ജീവൻ്റെ വചനമാണിത്. ഇത് ജീവൻ്റെ വചനമാണ്. പ്രവൃത്തികൾ 5:20 പറയുന്നു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് ഈ വചനം കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനമാണ് മൂന്നാമതായിട്ട്. പ്രവൃത്തി 8:25 പറയുന്നു, അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രവൃത്തി 13:49 ഇതിനെ കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവൃത്തികൾ 15:35 പറയുന്നു, കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു. പ്രവൃത്തികൾ 19:10-20 വാക്യങ്ങളിൽ അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അതേപോലെ തന്നെ ദൈവവചനത്തെപ്പറ്റി പറയുന്നത് രക്ഷാവചനമെന്നാണ്. നാലാമത് പറയുന്നത് രക്ഷാവചനം. പ്രവൃത്തികൾ 13:26 പറയുന്നു, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാവുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. അഞ്ചാമതായിട്ട് ഈ ദൈവവചനം കൃപയുടെ വചനമാണ്. പ്രവൃത്തികൾ 14:3 പറയുന്നു, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. പ്രവൃത്തികൾ 20:32 പറയുന്നു, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ വരകൽപ്പിക്കും. കൃപയുടെ വചനത്തെപ്പറ്റി അവിടെ ദൈവവചനത്തെ പറ്റി പറയുന്ന അങ്ങനെയാണ്. അടുത്തതായിട്ട് പറയുന്നത് സുവിശേഷ വചനമെന്നും പറയുന്നു. പ്രവൃത്തികൾ 15:7 പറയുന്നു, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷവചനം കേട്ടു വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. അതുപോണക്കി ദൈവവചനത്തെ ഏഴാമതായിട്ട് കർത്താവായ യേശുവിൻ്റെ വചനമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവൃത്തികൾ 20:35 ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ ഏത് വിധത്തിൽ ദൈവവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് തിരുവചനത്തിൽ. വാക്യം 14 നാം വായിക്കുന്നു, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. ആ പട്ടണത്തിലെ ജനസമൂഹം പരസ്പരം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. ഇവിടെ പൗലോസും ബർന്നബാസും അപ്പോസ്തലന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. പുതിയ നിയമ സന്ദേശം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ട ആദ്യകാല ക്രിസ്ത്യൻ മിഷണറിമാരെക്കുറിച്ച് ആണ് അപ്പോസ്തലന്മാർ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. വാക്യം 14 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു, ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആദ്യ സന്ദേശവും വെളിപ്പാടും ഉറപ്പിക്കുവാൻ ക്രിസ്തുവിൽ നിന്ന് നേരിട്ടുള്ള നിയോഗം ലഭിച്ചവരെ കുറിച്ച് മാത്രമേ അപ്പോസ്തലന്മാർ എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളൂ എന്ന് ഓർക്കണം. എഫേസ്യർ 2:20 പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഈ പ്രത്യേക അർത്ഥത്തിൽ പൗലോസ് ഒരു അപ്പോസ്തലൻ ആയിരുന്നു. വാക്യം 14 അധ്യായത്തിൻ്റെ 5-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവരെ അവമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലൂസ്ത്ര, ദെർബ എന്ന ലുക്കോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോകും. അവിശ്വാസികളായ വിജാതീയരും യഹൂദന്മാരും ഒന്നായിട്ട് ദൈവദാസന്മാരെ അവമാനിക്കുകയും കല്ലെറിയുവാനും
പട്ടണത്തിലെ മറ്റ് പ്രമാണികളോടുകൂടെ അക്രമത്തിന് മുതിർന്നപ്പോൾ കർത്താവ് മുൻകണ്ട് പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാർ ലൂസ്ര, ദെർബ ഇന്ന ഇക്കോന്യ പട്ടണത്തിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. മത്തായി സുവിശേഷം 10:23 പറയുന്നു, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും മനുഷ്യപുത്രൻ വരുവോളും നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വാക്യത്തിൻ്റെ സത്യാവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇക്കോന്യയിൽ നിന്ന് 18 മൈൽ അകലെയാണ് ലൂസ്ര. അവിടെ നിന്ന് 85 മൈൽ ദൂരെയാണ് ദർബ. തോമസ് വാൾക്കർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലുക്കവോന്യ പൗലൂസിൻ്റെ കാലത്ത് സെലൂക്യൻ സാമ്രാജ്യത്തിൽപ്പെട്ടതായിരുന്നു. അത് 2 ജില്ലകളായി വിഭാഗിക്കപ്പെട്ടിരുന്നു. കിഴക്കേ ഭാഗം അന്ത്യോക്യാസിൻ്റെ കീഴിലും പടിഞ്ഞാറേ ഭാഗം റോമാക്കാരുടെ കീഴിൽ ഗലാത്തിയോട് ചേർന്നും ആയിരുന്നു. ഇതിൽ റോമൻ ഭാഗത്താണ് പൗലൂസ് സുവിശേഷം അറിയിച്ചത്. ഈ ഭാഗത്താണ് ലൂസയും ദെർബയും ഉള്ളത്. ഇന്നത്തെ ഈ 1-7 വരെയുള്ള വാക്യങ്ങളിൽ കൂടി നാം കടന്നു പോയപ്പോൾ സുവിശേഷം അറിയിക്കുക അതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഉത്തരവാദിത്വം. അവർ മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ തക്കോണം, ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കി ജീവിപ്പാൻ തക്കോണം മനുഷ്യരെ പഠിപ്പിച്ചു. നാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ, വചനം അറിയിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നാം കടപ്പെട്ടവരാണ്. വചനം കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവവചന സത്യത്തെ ഉൾക്കൊള്ളുവാൻ നമ്മൾക്ക് പ്രാപ്തിയാകുമ്പോഴാണ് നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ശരിയാവണ്ണം ഉളവാകുവാനിടയാകുന്നത്. അതിനാൽ സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുക, ഈ കർത്താവിൻ്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ വ്യതിയാനം വരുത്തുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ നന്മകളെ പകർന്നു കൊടുക്കാനും നാം ഓരോരുത്തരും പ്രാപ്തരായിത്തീരണം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.